വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ രണ്ട് ഷോർട്ട് ലിസ്റ്റ് സിവിലിന്റെ എഞ്ചിനീയറിംഗ് കേസിൽ രണ്ട് ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒന്ന് 30-ാം തീയതി, ഒന്ന് ഇന്നുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ 30-ാം തീയതി വന്നിട്ടുള്ളത് വെച്ചാൽ KCB സബ് എഞ്ചിനീയർ സിവിൽ എക്സാമിന്റെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 12/7/2023 നോട്ടിഫിക്കേഷൻ എക്സാം കണ്ടക്ട് ചെയ്തേക്കുന്നത്. 12/7/2023 എക്സാം കണ്ടക്ട് ചെയ്തു. 30/12/2023 ഇന്ത്യ ഷോർട്ട് ലിസ്റ്റ് വന്നു. കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 403/2022 കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 403/2022 അപ്പൊ ഇതിൽ എത്ര പേരാണ് ഷോർട്ട് ലിസ്റ്റ് ഇൻക്ലൂഡ് മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലും ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാവരും നമുക്ക് നോക്കാം. അതുപോലെ കട്ട് ഓഫ് മാർക്ക് നോക്കാം. ഇതിൽ സ്കെയിൽ ഓഫ് പേ വന്നിരിക്കുന്നത് 41,600 തൊട്ട് 82,400 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏകദേശം മെയിൻ ലിസ്റ്റിൽ 360 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 374 പേരുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ 734 പേര് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഈ ഒരു എക്സാമിന് വന്ന കട്ട് ഓഫ് മാർക്ക് വെച്ചാൽ 62.67 മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. 62.67 മാർക്കാണ് ഈ ഒരു എക്സാമിന് എന്താ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. ഇതിന് എത്ര വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു നമുക്ക് അതിന്റെ അവസാന ടൈം നോക്കാം. അതേപോലെ അടുത്തൊരു പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആണ് അല്ലെ. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കാറ്റഗറി നമ്പർ 681/2022 ഓക്കെ. അപ്പോ 681/2022 അപ്പോൾ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വന്നെങ്കിൽ 40,300 തൊട്ട് 87,000 വരെയാണ്. അപ്പൊ 15/6/2023 എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ലിസ്റ്റ് എത്ര പേര്, അതേപോലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര പേരാണ്, കട്ട് ഓഫ് എത്രയാണെന്നില്ലായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ 181 പേരാണ് അവർ മെയിൻ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സപ്ലിമെന്ററി ലിസ്റ്റ് 176, ഡിഫറെന്റ് ലേബിൾഡ് ലിസ്റ്റ് 15 വരെ, ടോട്ടൽ 342 പേര് എന്താ അവര് ഈ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് വെച്ചാൽ 68.33 മാർക്കാണ് ഇതിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ്. ഓക്കെ, 68.33 മാർക്കാണ് ഇതിൽ വന്നിട്ടുള്ള കട്ട് ഓഫ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ എത്ര വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എന്താ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തെന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ കാറ്റഗറി നമ്പർ 681/2022 അപ്പൊ അതിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആണ്. അപ്പൊ അതിൽ 31, 5, 36, 37 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. 2023 ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്തവരെ മാത്രമേ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതുവരെ ഏകദേശം 37 വേക്കൻസീസ് എന്ത് ചെയ്യാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അതുപോലെ KCB സബ് എഞ്ചിനീയറിന്റെ കാര്യം കൂടി നോക്കാം. ഓക്കെ, അതും കൂടി നമുക്ക് നോക്കാം. സോറി, 403 അല്ലേ. 403/2022 സബ് എഞ്ചിനീയർ സിവിൽ. അപ്പൊ ഇതിൽ ഏകദേശം 15 വേക്കൻസിയാണ് 2020 റിപ്പോർട്ട് ചെയ്ത 15 വേക്കൻസീസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ്. ഓക്കെ, താങ്ക് യു.